ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം. ഇതാ വെള്ളരിക്ക, മാങ്ങ, ചക്കക്കുരു ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ നീളത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളരിക്കയും നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലോട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്കയും ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പച്ചമാങ്ങയും കൂടെ നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങ നല്ല പുളി ഉള്ളതായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ 2 വീതമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്കയും ചക്കക്കുരും മാങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. കുക്കറിലൊക്കെ നമ്മൾ ഒന്നിച്ച് ഇട്ട് കൊടുക്കല്ലേ. ഇനി ഇതിലോട്ട് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വന്നിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് വേവണം. ചക്കക്കുരും മാങ്ങയും വെള്ളരിക്കയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ. അപ്പോൾ ഇതൊരു 3-4 വിസിലിന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പം ഞാനിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 1/2 മുറിയോളം നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മളിത് 1/2 സ്പൂണോളം ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ചക്കക്കുരും മാങ്ങയും വെള്ളരിക്കയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ചക്കക്കുരും മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നാലേ നമ്മുടെ കറിക്ക് ഒരിത്തിരി തിക്നെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചക്കക്കുരും മാങ്ങയും ഒക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ മിക്സി കഴുകിയ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒട്ടും തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെള്ളരിക്കയൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ചക്കക്കുരു വെന്ത് കിട്ടിയില്ലെങ്കിലോ വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാത്ത കേട്ടോ. ഈ സമയത്ത് നമുക്ക് കറിയിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നാളികേരും ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലോട്ട് 1 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഈ എണ്ണയിലൊക്കെ കിടന്ന് മൊരിയുമ്പോൾ നല്ല മണം വരൂലേ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ രുചിയിലുള്ള വെള്ളരിക്ക മാങ്ങയും ചക്കക്കുരും കൂടി തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തികച്ചും നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള വെള്ളരിക്ക മാങ്ങ ചക്കക്കുരു ഒഴിച്ചുകറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായി കാണാം. താങ്ക്